ഇവിടെ വന്നില്ലല്ലോ. മോള് ഹോസ്റ്റലിൽ കാണും. ഹോസ്റ്റലിൽ നിന്നാ ഞാൻ വരുന്നത്. അവിടെ ഇല്ല. KRZ9889. ഈ വണ്ടിയിൽ കയറി പോകുന്ന കണ്ടെന്നാ ഹോസ്റ്റലിലെ വാച്ച്മാൻ പറഞ്ഞത്. ആശുപത്രിയിൽ വെച്ചാണ് എനിക്ക് ബോധം തെളിഞ്ഞത്. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇപ്പോ ഞാൻ അവളുടെ വീട് കയറി ആക്രമിച്ചെന്നും പറഞ്ഞ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് നീ ഇതൊന്നും എന്നെ അറിയിച്ചില്ല? എല്ലാം നശിച്ചില്ലേ, പിന്നെ ഇനി പപ്പ, ഈ നിലയിൽ പപ്പയെ വിട്ട് പോണ്ടെന്ന് കരുതിയാണ് ഞാനിവിടെ നിന്നത്. ഇപ്പോ സഹായത്തിന് ആളെത്തിയല്ലോ. ഇനി ഞാൻ പോകുന്നു. മോളെ, നീ എങ്ങോട്ട്? ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടില്ലേ എന്റെ മമ്മിയുടെ അടുത്തേക്ക്. ഡെയ്സി, എന്തിന്? ഇനിയും നിങ്ങളുടെ ബിസിനസ് പാർട്ണർമാരെ കൊണ്ട് എന്റെ ഈ ശരീരം കടിച്ചു കയറിക്കാനോ? എന്നെ സ്നേഹിച്ച ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ രാധാകൃഷ്ണനെ ഓർമ്മയില്ലേ? പപ്പയുടെ കുടുംബത്തിന്റെ നിങ്ങളുടെ വാസ്കോയുടെ സ്റ്റേറ്റസ് ഉയർത്താൻ ചവിട്ടി കൊന്നില്ലേ? എന്നിട്ട് എന്ത് നേടി? പണം വാരി കൂട്ടിയിട്ടും കുടുംബത്തിന്റെ അന്തസ് ഉയർന്നോ? ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ ജീവിക്കാനൊത്തോ? എനിക്കും എല്ലാം നഷ്ടപ്പെട്ടില്ലേ? മോളെ, ഞാൻ പറയുന്നത് എന്നെ തടയരുത്. കലകം കലകം നിനക്ക് എന്നാ വേണം? வாங்க பாஸ் முதலாளி, உங்களைத்தான் எதிர்பார்த்துட்டு இருந்தேன். ഇൻസ്പെക്ടർ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഇവന്റെ കൂട്ടുകാരൻ ചാക്കോയെ പോലെ ഇവനും എന്നെ ആക്രമിക്കാനാണ് വന്നത്. സാർ, ചാക്കോയുടെ മകളെ ഇവിടെ വെച്ച് ബലാത്സംഗം ചെയ്തവനാണ് ഇവൻ. പെൺകുട്ടികളെ വഴിതെറ്റിച്ച് കച്ചവടം നടത്തുന്ന വേശ്യാലയമാണ് ഈ വീട്. അതിന്റെ നടത്തിപ്പുകാരിയാണ് ഇവള്. ഞങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു സാർ. അതിനു മുമ്പ് താൻ ചെയ്ത കാര്യം കൂടെ പറഞ്ഞു കൊടുക്കണോ? എന്റെ ഭർത്താവ് ശ്രീകണ്ഠ മുതലാളിയെ നീയല്ലേ കൊന്നത്? ഒരു പെണ്ണായി എനിക്ക് അന്നൊന്നും ചെയ്യാനൊത്തില്ല. ഇന്ന് ദൈവമായിട്ട് നിങ്ങളെ രണ്ടിനെയും എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. വാസു മുതലാളിയും ചാക്കോയും കെട്ടിപ്പൊക്കിയ വാസ്കോ തല്ലി തകർക്കാൻ. നീയല്ല, നിന്റെ തള്ളയും അപ്പനപ്പന്മാരും വിചാരിച്ചാലും എന്റെ വാസ്കോയുടെ രോമം പോലും പിഴുതെടുക്കാൻ കഴിയില്ലടി പട്ടി. ഇൻസ്പെക്ടർ, അറസ്റ്റ്. നാറി കൽപ്പിക്കുന്നു. ഇവളുടെ ഇറച്ചി വിറ്റ് അതിന്റെ ദല്ലാളിക്കൂലി നാക്കി കഴിയുന്ന ചെറ്റെ വിളിയടാ. നീ ഇവളും നിന്റെയൊക്കെ പോലീസും പട്ടാളവും ഇവിടെ കയറി ഇറങ്ങുന്ന നേതാക്കന്മാരെ വരട്ടെ. ആദ്യം ഇവളെ പിടിക്കണം സാർ. ശ്രീകണ്ഠ മുതലാളിയെ കൊല്ലിച്ചതും ആ കുടുംബം നശിപ്പിച്ചത് ഇവളാണ് സാർ. ഇവളുടെ തൊലിവെളുപ്പ് കാട്ടി എന്നെ മയക്കെടുക്കാൻ കഴിയാഞ്ഞതോടെ പകയാണ്.
യെസ് മാഡം.